അന്ന് 500 മാലയുടെ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. ആ പാർട്ടി പ്രവർത്തകൻ വിളിക്കുകയാണ് കേട്ടോ. എന്നിട്ട് സച്ചിയുടെ അടുത്ത് എത്രയും വേഗം തന്നെ തന്റെ അരികിലേക്ക് വരാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. വരുന്ന സമയത്ത് രേവതിയും കൂടി കൂട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അദ്ദേഹം പറയുന്നത്. ഇത് കേട്ട ഉടനെ തന്നെ സച്ചി ചോദിക്കുന്നുണ്ട്, എന്തിനായിരുന്നു സർ അങ്ങനെ പറഞ്ഞ എന്നുള്ള കാര്യത്തെക്കുറിച്ച്. കാര്യമില്ല, ഞാൻ വ്യക്തമായിട്ട് ഇവിടെ വന്നതിന് ശേഷം പറയാം. നിങ്ങളുടെ ഭാര്യയും കൂട്ടിയിട്ട് എത്രയും വേഗം തന്നെ എത്താൻ വേണ്ടി പറഞ്ഞിട്ട് അയാൾ ഫോൺ വെക്കുവാണേ. എന്തായാലും എന്തെങ്കിലും ഓർഡറിന്റെ മറ്റോ കാര്യത്തിനായിരിക്കും എന്നുള്ള കാര്യം അറിയാവുന്നതുകൊണ്ട് തന്നെ സച്ചി വേഗം വീട്ടിലേക്ക് ചെല്ലുകയാണ്. വീട്ടിൽ ചെല്ലുന്ന സമയത്ത് രേവതിയാണെന്നുണ്ടെങ്കിൽ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലാണ്. ഭക്ഷണം ഉണ്ടാക്കുന്നതൊക്കെ നിർത്തിയിട്ട് രേവതിയുടെ അടുത്ത് തന്റെ കൂടെ വരാൻ വേണ്ടി പറയുമ്പോഴേക്കും രേവതിയാണെന്നുണ്ടെങ്കിൽ സച്ചിയുടെ അടുത്ത് അതെങ്ങനെ ശരിയാവുന്നത്, അയ്യോ സച്ചിയേട്ടാ അതാ പച്ചക്കറികളൊക്കെ അരിഞ്ഞു വെച്ചതേ ഉള്ളൂ, ഇനി കറിയുണ്ടാക്കാനുണ്ടെന്നൊക്കെ പറയുമ്പോഴേക്കും അതെല്ലാം അമ്മ ചെയ്തോളും, നീ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് രേവതിയെ കൈപിടിച്ച് കൊണ്ടുപോവാണ്. ആ രംഗം കണ്ടതേ നമ്മുടെ ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ രേവതിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അല്ല നീ എങ്ങോട്ടാ ഫുഡ് ഉണ്ടാക്കുന്നതിനിടയ്ക്ക് പോകുന്നത് എന്നുള്ള കാര്യം. അച്ഛ, രേവതിക്ക് പ്രധാനപ്പെട്ട ഒരു ജോലിയുണ്ട്, അതുകൊണ്ടാണ് ഞാൻ രേവതിയും കൂട്ടിക്കൊണ്ട് പോകുന്നത്. ഇന്നൊരു ദിവസം അമ്മയുടെ അടുത്ത് ഫുഡ് ഉണ്ടാക്കാൻ പറ അച്ഛ എന്നുള്ള കാര്യം സച്ചി രവിയുടെ അടുത്ത് പറയാണേ. രേവതി മാത്രം ഭക്ഷണം ഉണ്ടാക്കിയാലേ ഇവിടെ ഭക്ഷണം ഉണ്ടാവുള്ളൂ. രേവതി എന്താ ഇവിടുത്തെ വേലക്കാരിയാണോ? അവൾക്ക് പ്രധാനപ്പെട്ട ജോലി ഉണ്ടെന്നുള്ള കാര്യം പറഞ്ഞില്ലേ, പിന്നെ എന്തിനാണ് അവളടുത്ത് കിച്ചണിലേക്ക് പോകാൻ വേണ്ടി പറയുന്നതൊക്കെ സച്ചി ചോദിക്കുന്നുണ്ടേ. ചന്ദ്ര വീണ്ടും രേവതിയുടെ അടുത്ത് പോയിട്ട് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി പറയുന്ന സമയത്ത് രേവതിക്ക് എന്താ മോനെ ജോലി എന്നുള്ള കാര്യം രവി ചോദിക്കുന്ന സമയത്ത് അവൾക്ക് എന്ത് ജോലി ഉണ്ടാവാനാ, എവിടെ 5-10 രൂപയ്ക്ക് പൂ കൊടുക്കാനുണ്ടാവും, അല്ലാണ്ട് എന്താന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ചന്ദ്രൻ നീ ഒന്നും മിണ്ടാതിരിക്കോ, ഞാൻ അവനോട് ചോദിക്കുന്നത് നീ കേൾക്കുന്നില്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എന്നുള്ള മട്ടിൽ ചന്ദ്രമതി ആണെങ്കിൽ മിണ്ടാതിരിക്കുന്നുണ്ട്. അച്ഛ, അന്ന് 500 മാലയുടെ ഓർഡർ തന്നില്ലേ, അവര് രേവതിയും കൂട്ടിയിട്ട് ഉടനെ തന്നെ വരാൻ വേണ്ടി പറഞ്ഞു. എന്താ കാര്യം എന്നൊന്നും പറഞ്ഞിട്ടില്ല, അവിടെ എത്തിയതിനു ശേഷം കാര്യങ്ങൾ വ്യക്തമാക്കാന്നാണ് അദ്ദേഹം പറഞ്ഞത്. ശരി, എന്തായാലും നിങ്ങൾ പോയിട്ട് വാ. കാര്യം തന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞില്ലല്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇല്ല, പെട്ടെന്ന് തന്നെ രേവതിയും കൂടി കൂട്ടിയിട്ട് വരാനാണ് അദ്ദേഹം പറഞ്ഞത്. ഞങ്ങൾ എന്തായാലും പോയിട്ട് വരാം അച്ഛാ, അമ്മയുടെ അടുത്ത് ഈ അടുക്കളത്തെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളാൻ വേണ്ടി പറഞ്ഞോളാം എന്നുള്ള കാര്യം പറയുമ്പോൾ ശരി ഞാൻ പറഞ്ഞോളാം എന്ന് പറയാണ്. അങ്ങനെ സച്ചി രേവതിയും കൂട്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോഴും ചന്ദ്രയാണെങ്കിൽ അവിടെ കിടന്ന് പ്രാകുന്ന പോലെ പറയുന്നുണ്ട്, രേവതി നിൽക്കുന്നു. പക്ഷെ രേവതി ആണെങ്കിൽ ചന്ദ്ര പറയുന്നൊന്നും കേൾക്കാതെ അങ്ങ് പോവാണ്. ഇവൾക്ക് അല്ലെങ്കിൽ നാട് ചുറ്റാൻ വേണ്ടി വരുന്ന സമയത്ത് ഒരു കുഴപ്പം ഉണ്ടാവില്ല. വീട്ടിലെ ജോലി പറയാൻ പറയുമ്പോൾ അവൾക്ക് 1000 കാര്യങ്ങളുണ്ടാകും. ഇപ്പോൾ എല്ലാം കൂടി എന്റെ തലയിൽ ഇട്ട് വെച്ചിരിക്കുകയാണ്. എല്ലാം എന്തൊക്കെയോ പ്ലാൻ ചെയ്തതുപോലെയാണ് എനിക്ക് തോന്നുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി ആണെങ്കിൽ പ്രാഗിക്കൊണ്ടിരിക്കുകയാണ്. ചന്ദ്രമതി കിടന്ന് പ്രാകുന്നതും കാര്യങ്ങളെല്ലാം നമ്മുടെ രവി കാണുന്നുണ്ട്. ചന്ദ്ര, ഒരു ദിവസമെങ്കിലും രേവതി എന്തെങ്കിലും ഒരു ജോലി ചെയ്യാണ്ടിരുന്നിട്ടുണ്ടോ? എപ്പോഴെങ്കിലും നീ ഈ പറയുന്നത് പോലെ പറഞ്ഞിട്ടുണ്ടോ? അവള് ഈ വീട്ടിലെ നമ്മളെ എല്ലാവരും സ്വന്തം അച്ഛനമ്മയാണെന്നുള്ള കാര്യം വിചാരിച്ചുകൊണ്ടാണ് എല്ലാ ജോലിയും എല്ലാവർക്കും വേണ്ടി ചെയ്യുന്നത്, അല്ലാതെ വേലക്കാരി ആയതുകൊണ്ടല്ല എന്ന് കരുതിയിട്ട് നിനക്കും അതുപോലെ ചെയ്തൂടെ? നിന്ന് വെറുതെ പ്രാഗിക്കൊണ്ട് നിൽക്കാതെ കിച്ചണിൽ പോയിട്ട് വേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ചെയ്യുന്നു പറഞ്ഞിട്ട് ചന്ദ്ര അവിടുന്ന് പറഞ്ഞു വിടുകയാണ് കേട്ടോ. രവി പറഞ്ഞതല്ലേ അവൾക്ക് പോവാതിരിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് പ്രാഗ്യം കൊണ്ടാണ് പോകുന്നത്. ഇവരാണെന്നുണ്ടെങ്കിൽ എല്ലാത്തിനും അവൾക്ക് സപ്പോർട്ട് ചെയ്തോളും. അവസാനം എന്റെ തലയിൽ എല്ലാം ഇട്ടിട്ട് അവൾ പോവുകയും ചെയ്യും. ഇവരൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് പ്രാഗി കൊണ്ടാണ് കേട്ടോ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേസമയം സച്ചിയും രേവതിയും കൂടി അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. രേവതി പോകുന്ന സമയത്ത് ചോദിക്കുന്നുണ്ട്, സച്ചിയേട്ടൻ എന്തിനാണ് എന്നെ ജോലി പോലും ചെയ്യാൻ അനുവദിക്കാതെ ഇവിടുന്ന് വിളിച്ചു കൂട്ടിക്കൊണ്ട് പോകുന്നത്? അതിന് മാത്രം എന്താ ഇത്ര വലിയ കാര്യം എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്റെ അമ്മയാണ് സാധാരണയായിട്ട് ക്രോസ് ചെയ്ത് ഇങ്ങനെ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുക, നീ ഇപ്പോൾ അതിനേക്കാൾ കൂടുതലായിട്ടുള്ള ചോദ്യമൊന്നും ചോദിക്കല്ലേ. എന്റെ അടുത്ത് ആ പാർട്ടി പ്രവർത്തകൻ വരാൻ വേണ്ടിയിട്ട് പറഞ്ഞു, അല്ലാതെ കാര്യം എന്താണെന്നൊന്നും പറഞ്ഞില്ല എന്ന് പറയാണ് കേട്ടോ. എന്താണെന്നുണ്ടെങ്കിലും ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പോയാൽ മതിയായിരുന്നു എന്നുള്ള കാര്യം രേവതി പറയുമ്പോഴേക്കും അവര് പെട്ടെന്ന് വരാൻ വേണ്ടി പറഞ്ഞതുകൊണ്ടല്ലേ രേവതി നമ്മൾ പോകുന്നത്, എന്തായാലും കാര്യം എന്താന്നുള്ള കാര്യം അവിടെ ചെന്നാൽ അറിയാൻ വേണ്ടി പറ്റുന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി രേവതിയെ സമാധാനപ്പെടുത്തുവാണേ. അങ്ങനെ സച്ചി രേവതിയും കൂടി ചേർന്നിട്ട് പാർട്ടി പ്രവർത്തകന്റെ അവിടെ എത്തുവാണ്. ചെന്നോടെ തന്നെ സച്ചി ഭയങ്കര ധൃതിയായിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ, എന്തിനാണ് നിങ്ങൾ വരാൻ വേണ്ടി പറഞ്ഞത്? ഞാൻ പെട്ടെന്ന് തന്നെ രേവതിയും കൂട്ടിയിട്ട് ഇങ്ങോട്ട് ഓടി വന്നതാണ് സർ, എന്താന്ന് വെച്ചാൽ കാര്യം പറയുന്നു പറയുമ്പോഴേക്കും എന്തിനാ സച്ചി ഇങ്ങനെ ധൃതി പിടിക്കുന്നത്? നീ ഇരിക്കും സമാധാനമായിട്ട്, കാര്യങ്ങൾ ഞാൻ പറയാം. നീ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നിങ്ങൾക്ക് വീട്ടിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, പുതിയതായിട്ട് റൂം കെട്ടണം എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ. അതുകൊണ്ട് തന്നെ നല്ല ഓർഡർ വന്നു കഴിഞ്ഞാൽ രേവതിക്ക് തന്നെ തരാൻ വേണ്ടിയിട്ട് താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ടും കൂടിയാണ് നിങ്ങളുടെ ഭാര്യയും കൂടി കൂട്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി പറഞ്ഞത്. അങ്ങനെ അവിടെ വേറൊരാൾ നിൽക്കുന്നുണ്ട്. ഇത് എന്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞിട്ട് സച്ചിക്കും രേവതിക്കും അയാളെ ആദ്യം പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഇവർക്ക് ഒരേ ഒരു മകളാണുള്ളത്. അവരുടെ മകളുടെ കല്യാണം ഗ്രാൻഡ് ആയിട്ട് നടത്താൻ വേണ്ടിയിട്ട് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് വലിയൊരു മണ്ഡപം തന്നെയാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. 1 വീക്കിലെ പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഒരുപാട് ഫ്ലവേഴ്സിന്റെയും അതുപോലെ ഫ്ലവർ അറേഞ്ച്മെന്റ്സും മാലയൊക്കെ ആവശ്യമുണ്ട്. അതെല്ലാം നിങ്ങളുടെ ഭാര്യയുടെ അടുത്ത് ചെയ്തു തരാൻ വേണ്ടി പറയണം. ഫ്ലവേഴ്സ് ഒക്കെ കാണുമ്പോൾ എപ്പോഴും ഫ്രഷ് ആയിട്ടിരിക്കണം. വാടിപ്പോകുന്ന പൂക്കളൊക്കെ മാറ്റിയിട്ട് ഉടനെ തന്നെ വേറെ റീപ്ലേസ് ചെയ്യുകയൊക്കെ വേണം. അത്രയും വലിയ ഗ്രാൻഡ് ആയിട്ടുള്ള പരിപാടിയാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. പണം നിങ്ങൾക്ക് എത്രയാണോ ആവശ്യമുള്ളതെന്ന് വെച്ചാൽ ചോദിച്ചാൽ മതി, അവര് അതിനനുസരിച്ചുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തരും. അവർക്ക് പണം ഒരു പ്രശ്നമേ അല്ല.
നിങ്ങളെ വിശ്വസിക്കാൻ വേണ്ടി പറ്റുന്ന ആൾക്കാരായതുകൊണ്ടാണ് ഞാൻ ഇവർ ചോദിച്ചപ്പോൾ നിങ്ങളുടെ പേര് പറഞ്ഞത്. ഇതാ ഞാൻ പറഞ്ഞ ടീമെന്ന് പറഞ്ഞിട്ട് അവർ സച്ചിയെ രേവതിയും ആ ആൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ പറഞ്ഞതുപോലെ തന്നെ പൂവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കറക്റ്റ് സമയത്ത് തന്നെ അറേഞ്ച് ചെയ്ത് തരാൻ വേണ്ടി പറ്റില്ല എന്നുള്ള കാര്യം ചോദിക്കുകയാണ് കേട്ടോ രേവതിയുടെ അടുത്ത്. ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്തപ്പോഴാണ് നിങ്ങളുടെ പേര് പറഞ്ഞത്. എന്തായാലും ആര് ചെയ്തു കഴിഞ്ഞാലും എനിക്കൊരു കുഴപ്പമില്ല, കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് ചെയ്യണം. എൻ്റെ മകളുടെ കല്യാണത്തിന് ഒരു കുറവും ഉണ്ടാവാൻ വേണ്ടിയിട്ട് പാടില്ല. ഫംഗ്ഷനൊക്കെ നന്നായിട്ട് ഗ്രാൻഡായിട്ട് നടക്കാനുള്ളത് കൊണ്ട് തന്നെ ഫ്ലവർ അറേഞ്ച്മെന്റ്സും കാര്യങ്ങളൊക്കെ നല്ല വെടിപ്പോട് കൂടി തന്നെ ചെയ്യണം. ഏകദേശം 1 വീക്കിലെ പരിപാടിയാണ്. നിങ്ങൾക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ പറയാം, പറ്റുമെങ്കിൽ അഡ്വാൻസുമായിട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് പോവുകയും ചെയ്യാന്ന് പറയാണ്. ഇത് കേട്ട ഉടനെ തന്നെ സച്ചിയാണെന്നുണ്ടെങ്കിൽ ആ പാർട്ടി പ്രവർത്തകനോട് ഒരുപാട് നന്ദി പറയുന്നുണ്ട് ഇത്രയും വലിയൊരു ഓർഡർ മേടിച്ചു തന്നതിന്. അതേസമയം രേവതിക്കാണെങ്കിൽ സച്ചിയേക്കാൾ കൂടുതൽ സന്തോഷമാവുന്നുണ്ട് കേട്ടോ. അവര് കാരണം ഇത്രയും വലിയൊരു ഓർഡർ ആണല്ലോ കിട്ടുന്നത്, അതിന് ഒരുപാട് നന്ദിയൊക്കെ പറയുന്നുണ്ട്. എനിക്ക് നിങ്ങളുടെ മേലെ വിശ്വാസം ഉള്ളത് കൊണ്ടാണ് ഇങ്ങനൊരു വർക്ക് ഞാൻ നിങ്ങളെ ഏൽപ്പിക്കാന്ന് വിചാരിച്ചത്. എന്നാൽ ആ വിശ്വാസം നിങ്ങൾ അവരുടെ മുമ്പിലും കാത്തു സൂക്ഷിക്കണം. നിങ്ങളോടുള്ള വിശ്വാസത്തിന്റെ പുറത്താണ് ഞാൻ നിങ്ങളുടെ പേര് എന്റെ ഫ്രണ്ടിന്റെ അടുത്ത് പറഞ്ഞത്. എന്റെ മാനം നിങ്ങൾ കാത്തേ പറ്റുള്ളൂ, അതിൽ നിങ്ങൾ ഭയപ്പെടേണ്ട ഒരു കാര്യമില്ല. വിശ്വസ്തയോട് കൂടിയിട്ട് ഞങ്ങൾ തന്നെ കാര്യങ്ങളെല്ലാം നന്നായിട്ട് ഭംഗിയായിട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ആ സ്ഥാനാർത്ഥി പറയുന്നത് എന്തായാലും പൂവും മാലയൊന്നും നിങ്ങൾ വിശ്വസിച്ചിട്ട് വണ്ടിക്കാരെടുത്തൊന്നും കൊടുത്തു വിടേക്കരുത്. സച്ചി തന്നെ മുന്നിൽ നിന്നിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യണം. അതിന്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാവരുത് എന്നൊക്കെ പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് തിരിച്ച്, നിങ്ങൾ എന്തായാലും ഭയപ്പെടേണ്ട ഒരു കാര്യമില്ല, നിങ്ങൾ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട കാര്യമില്ല, എല്ലാം ഞങ്ങൾ തന്നെ ഭംഗിയായിട്ട് നടത്തി തരുമെന്ന് പറയാണ്. ശരി, ഇതിൽ കൂടുതലൊന്നും സംസാരിക്കാനില്ല. നിങ്ങൾക്ക് ഡെക്കറേഷൻ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ടും അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അയച്ചു തന്നേക്കാം. അഡ്വാൻസ് പണം എന്ന് പറഞ്ഞിട്ട് 2 ലക്ഷം രൂപ രേവതിയുടെ കയ്യിലേക്ക് അദ്ദേഹം കൊടുക്കുന്നുണ്ട്. ഇനിയും നിങ്ങൾക്ക് പണത്തിന്റെ ആവശ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ അപ്പൊ തന്നെ തരാം എന്നുള്ള കാര്യം പറയുമ്പോൾ ഇല്ല, അതെല്ലാം ഞങ്ങൾ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ ബാക്കി പണം മേടിക്കുള്ളൂ എന്നുള്ള രീതിയിലൊക്കെയാണ് കേട്ടോ ഇവർ സംസാരിക്കുന്നത്. അതും നിങ്ങൾക്ക് എത്രയാണോ തരാൻ തോന്നുന്നത് വെച്ചാൽ അത്ര തന്നാൽ മതി, അല്ലാതെ ഇത്ര വേണമെന്നൊന്നും പറഞ്ഞ് ഞങ്ങൾ കണക്ക് പറഞ്ഞിട്ടൊന്നും മേടിക്കില്ല. ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് എത്ര തരണം എന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് വെച്ചാൽ അത് തന്നാൽ മതി. നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് റേറ്റ് ഒക്കെ ഉണ്ടാവില്ലേ, അത് പറഞ്ഞാൽ മതി, ഞങ്ങൾ അത് തരാം എന്നുള്ള കാര്യം പറയുന്ന സമയത്ത് ഇല്ല സർ, അങ്ങനെയൊന്നുമില്ല, എനിക്ക് വേണ്ടപ്പെട്ട ആളാണ് ഇദ്ദേഹം, എനിക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ എനിക്കൊരിക്കലും കണക്ക് പറഞ്ഞ് നിങ്ങളടുത്ത് പണം മേടിക്കാൻ വേണ്ടി പറ്റില്ല. നിങ്ങൾക്ക് ഞങ്ങളുടെ വർക്ക് ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങൾക്ക് എന്താണോ തരാൻ വേണ്ടി തോന്നുന്നത് അത് തന്നാൽ മതി എന്നാണ് സച്ചി പറയുന്നത്. ഇവർക്ക് ഞങ്ങളോടുള്ള വിശ്വാസത്തിന്റെ പുറത്താണ് ഞങ്ങൾക്ക് ഈ ഓർഡർ പിടിച്ചു തന്നത്, ആ വിശ്വാസം ഞങ്ങൾ കാത്തു സൂക്ഷിക്കണമല്ലോ. അങ്ങനെ ആ ഫ്രണ്ട് അവിടുന്ന് പോവാണ്. അത് കഴിഞ്ഞ ശേഷം ആ പാർട്ടി പ്രവർത്തകൻ സച്ചിയുടെ അടുത്ത് പറയുന്നുണ്ട്, സച്ചി ഇദ്ദേഹം വളരെ വലിയ പണക്കാരനാണ്, ഇപ്പോ അഡ്വാൻസ് ആയിട്ട് തന്നെ കണ്ടില്ലേ 2 ലക്ഷം രൂപ തന്നത്, അവര് എത്ര പണം വേണമെങ്കിലും വരാൻ വേണ്ടിയിട്ട് റെഡിയാണ്. നിങ്ങൾക്ക് ഒറ്റ ദിവസം കൊണ്ട് തന്നെ നിങ്ങളുടെ പ്ലാനുകളെല്ലാം നടപ്പിലാക്കാൻ വേണ്ടി പറ്റും. നിങ്ങൾ മുകളിൽ റൂം കിട്ടണം എന്ന് പറഞ്ഞിട്ടല്ലേ ഇത്രയും അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നത്, അതിന് ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഒരു പ്രതിവിധിയാകും. ബാക്കി പണം കൊണ്ട് സച്ചിക്ക് വേണമെന്നുണ്ടെങ്കിൽ കാർ മേടിച്ചിട്ട് വാടകയ്ക്ക് ഓട്ടിക്കൊടുക്കാൻ പറ്റും. നിങ്ങളുടെ നല്ല മനസ്സിന് നിങ്ങൾക്ക് എല്ലാം നല്ലതുപോലെ തന്നെ വന്ന് ഭവിക്കും എന്നൊക്കെയാണ് കേട്ടോ സച്ചിയുടെ അടുത്ത് അവകൾ പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ ഒരുപാട് നന്ദിയുണ്ടെന്ന് രണ്ടുപേരും പറഞ്ഞതിന് ശേഷം അവർ രണ്ടുപേരും കൂടി ഭയങ്കര സന്തോഷമായിട്ട് വീട്ടിലേക്ക് വരുവാണേ. വന്ന ഉടനെ തന്നെ ചന്ദ്രപതിയാണെന്നുണ്ടെങ്കിൽ മുഖമൊക്കെ ഏറ്റിപ്പിടിച്ചിട്ടാണ് കേട്ടോ ഉള്ളത്. കാരണം എല്ലാ പണിയും കൂടി ചന്ദ്രയെ ഏൽപ്പിച്ചിട്ടാണല്ലോ രേവതി അവിടുന്ന് പോയത്. ചുറ്റിക്കറക്കൊക്കെ കഴിഞ്ഞ് വന്നോ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ ശേഷം രേവതി അച്ഛൻ്റെ അടുത്ത് പറയുന്നുണ്ട്, സച്ചിയേട്ടൻ വളരെ ഒരു പ്രധാനപ്പെട്ട കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു അച്ഛ എന്നെ കൂട്ടിക്കൊണ്ട് പോയത്. രേവതി നിന്റെ വായ കൊണ്ട് തന്നെ നീ ആ കാര്യം പറയുന്ന സച്ചി പറയുമ്പോ ഇതാ അച്ഛ 2 ലക്ഷം രൂപ എന്ന് പറഞ്ഞിട്ട് രവിക്ക് നേരെ നീട്ടുവാണേ. ഒരു 1 വീക്കില് വലിയൊരു കല്യാണത്തിന്റെ ഓർഡർ വന്നു, അതിനുള്ള അഡ്വാൻസ് ആയിട്ട് അവർ തന്ന പണമാണെന്നുള്ള കാര്യം പറയുന്നുണ്ട് രേവതി. 1 വീക്കിലെ ഓർഡർ ആയതുകൊണ്ട് തന്നെ 2 ലക്ഷം രൂപ അഡ്വാൻസ് വന്നു അല്ലേ. ഇങ്ങനെ പോവാണെങ്കിൽ സച്ചി ഇവൾക്കൊരു കട വെച്ച് കൊടുക്കുന്നത് നന്നായിരിക്കും. എത്രയെന്ന് വെച്ചിട്ടാണ് ഇവള് വീട്ടിലിരുന്ന് പൂ കിട്ടുന്നത്, അവൾക്ക് 2-3 പേരൊക്കെ ജോലിക്ക് വെച്ചിട്ട് ഒരു വലിയ ഷോപ്പ് തന്നെ ആരംഭിക്കാലോ എന്നൊക്കെ രവി പറയുന്നുണ്ട്. അതിനു മുമ്പ് അച്ഛ രേവതിയുടെ ആദ്യത്തെ ശബ്ദം നിറവേറ്റണം, ഇവിടുത്തെ റൂമാണല്ലോ ഇപ്പൊ ഏറ്റവും വലിയ പ്രശ്നം, അത് ഉടനെ തന്നെ കെട്ടണം. അങ്ങനെ ഇവര് സംസാരിക്കുന്നതിനിടയ്ക്ക് അങ്ങോട്ടേക്ക് ശ്രീകാന്തും വർഷയും ശ്രുതിയും വരുന്നുണ്ട്. ശ്രുതി വന്നത് കാണുമ്പോഴേക്കും ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ വേഗം ശ്രുതിക്ക് അരികിലേക്ക് ചെന്നിട്ട് പറയുന്നുണ്ട്, ശ്രുതി ഈ പൂ കിട്ടുന്നതിനൊക്കെ 2 ലക്ഷം രൂപയൊക്കെ ആരെങ്കിലും അഡ്വാൻസ് കൊടുക്കുമോ? ഇതിപ്പോ എല്ലാ വർക്കും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവൾക്ക് ലക്ഷങ്ങൾ കിട്ടില്ല എന്നുള്ള കാര്യം ചോദിക്കുകയാണ്. അതായത് ഇപ്പോഴത്തെ കാലത്ത് വലിയ വലിയ ആൾക്കാരൊക്കെ വലിയ വലിയ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ അല്ലേ ചെയ്യുന്നത്, അതുകൊണ്ട് അത്രയും പണിയൊക്കെ വരാനുള്ള സാധ്യത ഉണ്ടെന്നുള്ള കാര്യം പറയുകയാണേ. ആന്റി ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ രേവതി ആന്റിയോട് ചെയ്തിരിക്കുന്ന ശബ്ദങ്ങളൊക്കെ ഉടനെ തന്നെ നിറവേറ്റുന്നുള്ള കാര്യമാണല്ലോ തോന്നുന്നത്.
സച്ചി താലിമാല മേടിച്ചു കൊടുത്തതുപോലെ തന്നെ ബാക്കി സ്വർണവും മേടിച്ചു കൊടുക്കും. അത് കഴിഞ്ഞ് ഇവര് പെട്ടെന്ന് റൂം കിട്ടുന്നുള്ള കാര്യമാണ് തോന്നുന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിയും നന്നായിട്ട് കയറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ ചന്ദ്രയ്ക്ക്. ഇവര് വലിയ പണക്കാരൊക്കെ ആയ ആൾക്കാരാണല്ലോ, അതുകൊണ്ടല്ലേ മകളുടെ കല്യാണം ഇത്രയും വലിയ ഗ്രാൻഡ് ആയിട്ട് നടത്തിയത്. അതുപോലെ തന്നെയല്ലേ ശ്രുതി നിന്റെ അച്ഛനും. എന്നിട്ട് നിന്റെ അച്ഛൻ എന്താ ഒന്നും ചെയ്യാത്തെന്നുള്ള കാര്യം ചോദിക്കാൻ കേട്ടോ. എന്തായാലും കല്യാണം നല്ല സിമ്പിൾ ആയിട്ടല്ലേ നടത്തിയത്, ബാക്കി പണം അവർക്ക് അയക്കായിരുന്നു എന്നൊക്കെ പറയുമ്പോഴേക്കും ആന്റി അതാണല്ലോ 50 ലക്ഷം രൂപയുടെ അടുത്ത് അച്ഛൻ അയച്ചത്. അതും ശരി തന്നെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രൻ ഇങ്ങനെ നിൽക്കുവാണ്. അത് കഴിഞ്ഞിട്ട് രേവതിയാണെന്നുണ്ടെങ്കിൽ ആ പണം മേടിച്ചിട്ട് അച്ഛൻ്റെ അടുത്ത് ആശീർവാദം കൊടുക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. അപ്പോഴേക്കും ചന്ദ്രമതയും കൂടി രവി വിളിക്കാനായിട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് രണ്ടുപേരും കൂടി ചേർന്നിട്ട് രണ്ടുപേരും അനുഗ്രഹിക്കുന്നൊക്കെ ഉണ്ട്. അച്ഛ എന്തായാലും രേവതി പറഞ്ഞതുപോലെ തന്നെ അവളുടെ ശബ്ദം പോലെ തന്നെ ഞങ്ങൾ ഉടനെ തന്നെ മുകളിൽ ഒരു റൂം കെട്ടുന്നുള്ള കാര്യം പറയണേ. അത് കേട്ടിട്ട് ചന്ദ്രമതിക്ക് ആകെ വയറ്റിരിച്ചിലാണ്. ഇനി ഇവൾ എന്നെ എന്നേക്കുമായിട്ട് വീട്ടിലെ ജോലിക്കാരിയാക്കി മാറ്റുമെന്നുള്ള ഭയത്തിലാണ് ചന്ദ്രമതി. ഇവൾക്ക് ഒരാഴ്ചത്തെ വർക്ക് ഉണ്ടെന്നുള്ള കാര്യം പറഞ്ഞത്. അവിടെ ഒരാഴ്ചത്തെ വർക്കിന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിലെ ജോലിയും കാര്യങ്ങളും എല്ലാം ഞാൻ ചെയ്യേണ്ടി വരുമല്ലോ. അയ്യോ ശ്രുതി, ഇപ്പോ എന്റെ കാര്യത്തിലൊരു തീരുമാനമാവെന്നൊക്കെ പറയുമ്പോഴേക്കും അല്ലെങ്കിലും ആന്റി അവൾക്ക് ഒന്നുമില്ലെങ്കിലും ആന്റിക്ക് അവള് ഒരു മര്യാദയും തരുന്നില്ല. ഇനിയിപ്പോ അവള് ലക്ഷങ്ങൾ സമ്പാദിക്കാനും കൂടി തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ആന്റിക്ക് പിന്നെ എന്ത് മര്യാദ കിട്ടുക? എനിക്ക് തോന്നുന്നത് ഇങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആന്റി ഉറപ്പായിട്ടും അവളുടെ വേലക്കാരിയായിട്ട് മാറും എന്നുള്ള കാര്യമാണ്. ചന്ദ്രയ്ക്ക് പിരിവേറ്റി കൊടുത്തു കഴിഞ്ഞാലാണല്ലോ ജോലിയൊക്കെ എങ്ങനെങ്കിലും തടഞ്ഞു നിർത്തി രേവതി അതിന് പറഞ്ഞു വിടാതിരിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അല്ലെങ്കിൽ ശ്രുതിയുടെ കാര്യവും തീരുമാനമാവുമല്ലോ. എന്നാൽ വർഷയ്ക്കും അതുപോലെ തന്നെ ശ്രീകാന്തിനും ഭയങ്കരമായിട്ട് സന്തോഷമാവാണ് ഇവിടെ ചെയ്യുന്നത്. കാരണം രേവതിയുടെയും സച്ചിയുടെയും വളർച്ച കാണാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് മറ്റുള്ളവരുടെ കൂടെ ഇവരും ഉണ്ടല്ലോ. രേവതി ചേച്ചി ഇതുപോലെ തന്നെ ഒരുപാട് ഓർഡറുകൾ ചേച്ചിക്ക് കിട്ടട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ആശംസകളൊക്കെ അറിയിക്കുന്നുണ്ട് കേട്ടോ വർഷ. അതെ, വർഷ പറഞ്ഞതുപോലെ തന്നെ ചേച്ചി ഉടനെ തന്നെ ഒരു കടയും കൂടി ആരംഭിക്കും. ചേച്ചി ഒരു കട ആരംഭിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ചേച്ചിക്ക് അവിടെ നിന്ന് പൂക്കെട്ടുകയും അതുപോലെ തന്നെ അവിടെ സ്റ്റാഫിനെ നിർത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യിപ്പിക്കുകയും ചെയ്യാലോ. അതൊക്കെയുണ്ട് ശ്രീകാന്തെ. പക്ഷെ അതിനു മുമ്പ് ഞാനായിട്ട് 2 ശബ്ദം ഉണ്ടല്ലോ, അതില് ഒന്ന് ഉടനെ തന്നെ നിറവേറ്റി കാണിക്കണം. ടെറസില് ഒരു റൂം കെട്ടണം. ഇന്ന് രാവിലെയും കൂടി അമ്മ പറഞ്ഞതാണ് ഞങ്ങള് മുകളിൽ റൂം കെട്ടണമെന്നുണ്ടെങ്കിൽ പിച്ച എടുക്കണം എന്നുള്ള കാര്യം. എന്തായാലും അങ്ങനെ ഒരു അവസ്ഥ വരാൻ വേണ്ടി പാടില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി കഷ്ടപ്പെട്ടിട്ട് ഞങ്ങൾ സ്വന്തമായിട്ട് റൂം കെട്ടണമെന്ന് വിചാരിക്കുന്നത്. അതുപോലെ തന്നെ സച്ചിയും പറയുന്നുണ്ട്, അന്ന് അച്ഛനൊരു എഞ്ചിനീയറിംഗ് കൂട്ടിക്കൊണ്ട് വന്നിട്ടില്ലായിരുന്നോ, അവരെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് വർക്ക് ആരംഭിക്കാനുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. ശരി സച്ചി, നീ പറഞ്ഞതുപോലെ തന്നെ ചെയ്യാം. ഇന്ന് തന്നെ ഞാൻ അവരെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് റൂം കെട്ടേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ പറയാൻ വേണ്ടിയിട്ട് പറയാം. ഇപ്പോ ഈ കാര്യത്തെക്കുറിച്ച് നമുക്ക് അച്ഛമ്മയെ വിളിച്ച് പറയണ്ടെന്നുള്ള കാര്യം രവി ചോദിക്കുമ്പോഴേക്കും വേണ്ട അച്ഛാ, റൂമൊക്കെ കെട്ടിക്കഴിഞ്ഞതിന് ശേഷം അച്ഛമ്മയ്ക്ക് ഒരു സർപ്രൈസ് കൊടുക്കുക എന്നാണ് സച്ചി പറയുന്നത്. ശരി സച്ചി, അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആവട്ടെ. എന്തായാലും റൂമിന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി ഞാൻ ആളെടുത്ത് വരാൻ വേണ്ടി പറയാമെന്ന് പറഞ്ഞിട്ട് ഓരോരുത്തർ ഓരോ വഴിക്ക് പോവുകയാണേ. അവള് ലക്ഷ്യങ്ങൾ സമ്പാദിക്കാൻ വേണ്ടി തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്റെ തലയാണല്ലോ കിടന്ന് ഉരുളാൻ വേണ്ടി പോകുന്നത്. അവളുടെ വീട്ടിലെ ഞാൻ തങ്ങുന്ന മട്ടും ആവുമല്ലോ അവൾ സ്വന്തമായിട്ട് റൂം എടുത്ത് കഴിഞ്ഞാലെന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി ഇങ്ങനെ പ്രാഗിക്കൊണ്ട് നിൽക്കുന്ന രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത്.